പേര് പറഞ്ഞില്ലല്ലോ. അയ്യോ മറന്നുപോയി, പേരൊന്നും പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മീൻ മാങ്ങ ഇട്ട് പൊള്ളിച്ചാണ്. മീൻ മാങ്ങയിട്ട് പൊള്ളിച്ചത്. മീൻ മാങ്ങയിട്ട് പൊള്ളിച്ചാണ്, അതും കരിമീൻ. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കാം. അതൊന്ന് നന്നായിട്ട് ജസ്റ്റ് ബ്രൗൺ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഉലുവയുടെ. അത് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അല്പം കടുക് പൊട്ടിക്കാം. ഏകദേശം ഒരു പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും ക്വാണ്ടിറ്റി മതിയാവും. അടുത്തത് നമുക്ക് കുറച്ച് ചെറുള്ളി സ്ലൈസ് ചെയ്തിടുന്നുണ്ട്. പൊള്ളിച്ചതിന് നമ്മൾ ചെറുള്ളി ആ ടേസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് സോട്ട് ചെയ്യാം. കുറച്ച് നമുക്ക് വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, കുറച്ച് അപ്പം തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത്, അല്പം പച്ചമുളക് സ്ലൈസ് ചെയ്തത്, എല്ലാം കൂടി ഒന്ന് ഒരല്പസമയം വഴറ്റുക. കറിവേപ്പില ഇടുന്നുണ്ട്. മസാല ഇടുന്നതിന് മുമ്പ് നമ്മുടെ എഡ് ബാസ്റ്റൻ സ്റ്റൈലിലും മാത്രമല്ല എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ടൊമാറ്റോ ആദ്യം ചേർക്കുമല്ലേ മസാലയ്ക്ക് മുമ്പേ എന്നാൽ ഇത്തിരി ടൊമാറ്റോ ആഡ് ചെയ്യാണ്. ടൊമാറ്റോ ചോപ്ഡ് ആണ്. ടൊമാറ്റോ ആഡ് ചെയ്യണം. ആദ്യം ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പച്ച ചുവ ആ കുത്തൽ ഒന്ന് മാറി കിട്ടും. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് കുറവാണ്, കളറും കിട്ടും നമുക്കതിന്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് നമ്മുടെ റെഡ് ചില്ലി ഇത്തിരി എരിവ് വരാൻ അത് തന്നെ. അതുപോലെ നമ്മൾ അല്പം കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ഒരല്പം സാൾട്ടോടെ ചേർക്കുന്നു. ഇച്ചിരി കുറച്ച് ഉപ്പിടുന്നുണ്ട്. എല്ലാം കൂടി നമ്മൾ വഴറ്റും. ഇതിൻ്റെ ഇത്രയും സാധനങ്ങൾ മസാല എന്ന് പറഞ്ഞാൽ കോമൺ മസാലയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നത് മാങ്ങയാണ്. മാങ്ങ ആദ്യം സ്പെഷ്യാലിറ്റി മാങ്ങയാണ്. ഇതെല്ലാം നമ്മുടെ കേരള ടിപ്പിക്കൽ തന്നെയാണ്. മാങ്ങ പേസ്റ്റ് അടിച്ച് ചേർക്കുകയാണ്. അതിൻ്റെ ആ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ചെയ്യണത്. മാങ്ങ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇനി അല്പം ഫിഷിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കരിമീൻ ഇടുക. നമ്മുടെ കരിമീൻ അല്പം നമ്മൾ ലൈം ജ്യൂസും സോൾട്ടൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് കണ്ടോ, അത് വേറൊരു ഇതുണ്ട്. ഓൾറെഡി സോൾട്ടും ലൈം ജ്യൂസും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് കരിമീനാണ്. ഇപ്പോൾ തന്നെ അത് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കരിമീൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അത് ഏകദേശം ഒരു 10 മിനിറ്റ് 12 മിനിറ്റിനുള്ളിൽ കരിമീൻ കുക്കാം. 10 മിനിറ്റിനുള്ളിൽ കരിമീൻ വെക്കണം. അടച്ചു വെക്കണം. 40 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു അല്പം സ്ട്രോക്ക് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് അല്പസമയത്ത് അടച്ചു വയ്ക്കുമ്പോൾ ഞാൻ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫയർ നമ്മൾ അല്പം കൂടെ കുറച്ച് കൊടുത്ത് ഫ്ലെയിം ഇത്തിരി കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ കരിമീൻ ഒരു പകുതിയോളം വെന്തിട്ടുണ്ടെന്ന് അത്രയും വെന്താൽ മതി. നമുക്ക് ബാക്കി നമ്മൾ ഇലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാനായതുകൊണ്ട് ഇലയിൽ പൊതിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആയിക്കോളൂ. അതിന് മുമ്പ് നമുക്കൊരു അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കണ്ടിട്ടില്ല. നമുക്ക് ഇലയിലേക്ക് എടുത്ത് ഫിഷ് എടുത്ത് വെക്കുന്ന അതിൻ്റെ മസാലകളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അല്പം ചെറുള്ളി സ്ലൈസും, കറിവേപ്പില, അല്പം പച്ചമുളക് ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ചാലിക്കും. കൈകൊണ്ട് അത് മീനിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. കരിമീനോട് നന്നായിട്ട് പൊതിഞ്ഞ ശേഷം കരിമീൻ അങ്ങോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് മൂടി വെക്കും. ഏകദേശം നമ്മുടെ കരിമീൻ മാങ്ങയായിട്ട് പൊള്ളിച്ചത് ആയിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ആയിട്ടുണ്ട്. നമ്മുടെ 3 ലക്ഷം തയ്യാറായി. ഇനി അങ്ങോട്ട് പോലും ഞാൻ കഴിച്ചാൽ മതി. ഞങ്ങൾ ബോളിലോട്ട് മാറ്റി അങ്ങ് തരും. അപ്പോൾ ബേബി ചേട്ടാ അപ്പോൾ താങ്ക് യു. അതുണ്ടാക്കി തന്നതിന്. നമ്മുടെ വെറൈറ്റിയാണ് വിത്ത് മാങ്ങ. അപ്പോൾ അജയ് ചേട്ടാ അവിടെ ചേട്ടാ താങ്ക് യു. ഇതെന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞങ്ങളല്ല, ഞാൻ. നമുക്ക് ആർക്കും കൊടുക്കൂല. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി പറയാം. താങ്ക് യു. അപ്പോൾ അങ്ങോട്ട് ഇരിക്കുക. അങ്ങോട്ട് പോയിരിക്കാം. അപ്പോൾ
നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഷെഫ്മാർ രണ്ടുപേരും നല്ല വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കി തന്നേക്കണേ. ഒരു ഷെഫ് ബേബി ഷെഫാണെങ്കിൽ നമ്മൾ മാങ്ങ അരച്ച് ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ പീസ് ഇട്ട് പൊള്ളിച്ച് തന്നിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുണ്ട് മൊത്തം. സാധാരണ ഇതിൽ മാങ്ങ പൊള്ളിച്ചതെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റില്ല. ഒരു പൊള്ളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ പല രീതിയിൽ പൊള്ളിക്കാറുണ്ട്. മാങ്ങ പൊള്ളിക്കും, ഇപ്പോൾ മൊയിലി കറി ഇല്ലേ, അതിനെ നമ്മൾ പൊള്ളിക്കാറുണ്ട്. അങ്ങനെ പല വെറൈറ്റി, ഒരു 10 മല്ലി ഇട്ട് നമ്മൾ പൊള്ളിക്കും. അപ്പോൾ ഇത് പൊള്ളിക്കുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലേവറുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ ഓരോ ഐറ്റം ഉണ്ട്. താങ്ക് യു. എന്ത് പേര്? ജോണി. താങ്ക് യു. എല്ലാം പോരട്ടെ. അപ്പോൾ താറാവ് നമ്മുടെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഏരിയ എന്ന് പറഞ്ഞാൽ ഫിഷ്. അതിൻ്റെ അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട എന്തായാലും ഞാൻ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല പുളിയുണ്ട്. നല്ല പുളിയാണ് മീൻ. സീ ഫുഡിനൊക്കെ പുളി ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് ഇങ്ങനെ സലവ ഇങ്ങനെ ഇറങ്ങും വായിന്ന്. നമുക്കിത് കുടംപുളി മാത്രമായിട്ട് പറ്റില്ല. അത് നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഉള്ളിൽ കഴിക്കും. നമ്മൾ മസാല ഇട്ടാണ് മസാലയിൽ മാങ്ങ അരച്ചിട്ടാണ് കാരണം ഉള്ളിൽ കയറി പിടിച്ചിട്ടുണ്ട്. പൊക്കത്ത് മാങ്ങ കടിക്കാനും കിട്ടുന്നത്. അപ്പം എന്തായാലും കരിമീൻ കൂടുതലായിട്ടാണ് നമുക്ക് കാരണം ആ ഒരു മാങ്ങയുടെയും ലൈമിൻ്റെ എല്ലാം പുളി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടേസ്റ്റ് ആയിട്ട് ബാക്കി തീർക്കാം. നെക്സ്റ്റ് പോകേണ്ടത് നമ്മുടെ ക്രാബല്ല. കരിമീനി ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ എടുക്കുമല്ലോ. നമ്മുടെ ക്രാബ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ഒന്ന് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, കഴിക്കാനാണ് കഴിക്കുന്നതാണ് സന്തോഷം. ഷെഫുമാർ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കഴിക്കുന്നത് കാണുന്ന ഒരു സന്തോഷം തന്നെ. കഴിക്കുന്നവരാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതെ, അപ്പോഴാണ് നമുക്കൊരു സന്തോഷം വരിക. നമ്മൾ ഈ കറിയിൽ ചാറിലിട്ട് വേവിച്ചില്ലെങ്കിൽ ഒരു മൊത്തം ക്രാബിൻ്റെ ആ ഒരു ഫ്ലഷിൽ ആ ഒരു ഇറച്ചിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വെറുതെ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു 2 ഡിഷായാലും. പിന്നെ ശരിക്കും എന്താ പറയുക, ഈ ഒരു ഗ്രേവി മസാല പിടിച്ചാണ് ഗ്രേവി അല്ലെങ്കിൽ പോലും ക്രാബിൽ. നമ്മൾ നേരത്തെ ഷെഫ് പറഞ്ഞ സാലഡ് കറി. ഇപ്പോൾ സാലഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ കാര്യം എന്നാ വന്ന് സാലഡ്സിലായാലും ഓരോരോ ഡിഫറൻസ് ആണ്. സീരിയസ്ലി തൈരൊക്കെ ഒഴിച്ച് നമ്മുടെ ശരിക്കും പറഞ്ഞ സർലാസ് കച്ചമ്പർ അതാണ്. പക്ഷേ മൊത്തം വ്യത്യാസമുണ്ട് ടേസ്റ്റിലായാലും. അപ്പം എന്തായാലും ഉണ്ടല്ലോ നല്ല തീറ്റ. കുറച്ച് സമയം കൂടി ഇത് കഴിച്ച് തീർക്കണം. എന്തായാലും കഫേ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ചേട്ടന്മാർ നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നുണ്ട്. അവർ നന്നായിട്ട് ഉണ്ടാക്കി തന്നു കേൾക്കുന്നതും കഴിക്കുന്നതും നമുക്കൊരു സന്തോഷമുള്ള തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു ജിഎം ഷെഫിനെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ അപ്പം ആ ഒരു രീതിയിലോട്ട് അങ്ങനെ കടത്തിവിട്ട് ഫുഡൊക്കെ നമുക്ക് ഇങ്ങനെ രീതിയിൽ തന്നതിനും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതിന് വളരെ നന്ദി. എന്തായാലും നമ്മുടെ ഒക്യുപ്പൻസിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഫുഡും ട്രഡീഷണൽ ഫുഡും എല്ലാം നല്ല രീതിയിൽ മൂവിങ്ങും ആൾക്കാർ എന്തായാലും വരും. കാരണം നല്ല ഫുഡാണോ, സീരിയസ്ലി നല്ല ഫുഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ CGHൻ്റെ കാഷ്ന ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ 8 ബാസ്റ്റ് കൊച്ചി തന്നെ സൗത്ത് ബീച്ചിനടുത്ത് നമ്മുടെ ഡെക്സ് സെമിട്രിക്കും പരേഡ് ഗ്രൗണ്ടിനും ഇടയിലായിട്ട് തന്നെ അറിഞ്ഞ് ചോദിച്ചാലും പറഞ്ഞുതരും. ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഷെഫ് ഉണ്ടോ നല്ല ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഹൈഡ് ഔട്ട് ചെയ്യാനും നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനും എല്ലാത്തിനുള്ള റൂംസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ധൈര്യമായിട്ട് വന്നോളൂ. ഇപ്പോൾ എന്തായാലും ഒന്നും കൂടി താങ്ക് യു. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ.